ചാബല്യങ്ങളോടെയും കിഷ്കിന്ധയിലെത്തി രാജാവായി വിനോദങ്ങളിൽ മുഴുകി മദിരാസക്തനായിട്ട്, അതോടൊപ്പം തന്നെ മദ്യാസക്തനായി മധുരകളോടൊപ്പം കളിച്ചുകൊണ്ട് രാമായണം തന്നെ പറയുന്നുണ്ട്, കവികൾക്ക് യോജിച്ച എല്ലാ ചേഷ്ടകളുടെയും സുഗ്രീവൻ കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹനുമാൻ ഒരിക്കലെത്തുന്നത്. ഹനുമാൻ സുഗ്രീവനെ ഓർപ്പിക്കുന്നു, ഹേ വാനരശ്രേഷ്ഠ, വാനര രാജാവേ, അങ്ങ് ശ്രീരാമചന്ദ്രന് കൊടുത്ത വാക്കുകൾ മറന്നുപോയോ? അങ്ങ് ശ്രീരാമചന്ദ്രനെ മറന്നു, ലക്ഷ്മണനെ മറന്നു, സീതാന്വേഷണത്തെ മറന്നു. അങ്ങയെ സഹായിക്കാൻ വേണ്ടി ബാലിയെ നിഗ്രഹിച്ച രാമബാണങ്ങള് അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിച്ചു, പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ മരണതുല്യനാണ്. അതുകൊണ്ട് രാമന് ഹിതങ്ങളായ കാര്യങ്ങൾ നിന്നോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനുമാൻ പറയുന്നത്. അതുകൊണ്ട് ഹേ വാനരശ്രേഷ്ഠ, പ്രത്യുപകാരം ചെയ്യുന്ന മാനുഷർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കെങ്കിലും. വളരെ മനോഹരമാണ് ഹനുമാൻ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ. അദ്യവാ ശോവാ പരശോധവാ അവ മൃത്യു ഭവിക്കും, അതിനില്ല സംശയം. അദ്യവാ, ഇന്ന് എല്ലാം പോകും, നാളെയും കഴിഞ്ഞു പോകും. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ മറഞ്ഞു പോകും. നമുക്കെല്ലാം മൃത്യു സംഭവിക്കും. പക്ഷെ നമ്മൾ രാമകാര്യത്തിന്, ഭഗവത് സേവയ്ക്ക് വേണ്ടി ഉള്ളതാണ് നമ്മളുടെ ജീവിതം. ജ്ഞാനപ്പാനയിലും പറയില്ല, എത്ര കാലം ഇരിക്കും ഇനിയെന്നും. സത്യമോ നമുക്ക് ഏതും അറിയില്ല. ഈ നിമിഷം രാമകാര്യാർത്ഥം ജീവിക്കുക. അത് പ്രത്യേകിച്ചങ്ങ് രാമന് വാക്കുകൊടുത്താൽ രാമായണം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരേറുന്ന മോഹവും. ഈ മോഹത്തിലെ യയാതിയെ പോലെ അനന്തമായ മോഹപാശത്തിൽ ഇങ്ങനെ ഇരുന്നാൽ ജീവിതം വ്യർത്ഥമാകും. ഹേ വാനരശ്രേഷ്ഠ, അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു. അദ്ദേഹം പറയുന്നത്, സത്യമത്രേ നീ പറഞ്ഞത് മത്സഹേ. ഇത്തരം ചൊല്ലും അമാത്യരുണ്ടെങ്കിൽ, ഇങ്ങനെ ചൊല്ലുന്ന സജീവന്മാരുണ്ടെങ്കിൽ പൃഥ്വീശന് ആപത്ത് വരികയില്ല. അതാണ് കൈകേയിയും സുഗ്രീവനും തമ്മിൽ, അല്ലെങ്കിൽ മന്ധരയും ഹനുമാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എവിടെ എങ്ങനെയുള്ളവരുടെ കൂടെ ആയിരിക്കണം. നമ്മളുടെ കൂട്ടെന്ന് രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന മന്ധരന്മാര് വേണോ? നമ്മളെ പുണ്യത്തിലേക്ക്, രാമനിലേക്ക് നയിക്കുന്ന, രാമകാര്യങ്ങളിലേക്ക് നയിക്കുന്ന, ഈശ്വര പൂജയിലേക്ക് നയിക്കുന്ന ഹനുമാന്മാര് വേണമോ നമ്മളുടെ കൂടെ? അതാണ് സത്സംഗത്തിന്റെ മഹിമ. അങ്ങനെ സുഗ്രീവന് തന്റെ തെറ്റുകൾ മനസ്സിലാകുന്നു. ആ സുഗ്രീവനാകട്ടെ തന്നെ പറയുന്നു, അയ്യോ ഹനുമാനെ, എത്രയും വേഗം സീതാന്വേഷണത്തിനുള്ള കോപ്പുകൾ കൂട്ടുക. 8 ദിക്കിലേക്കും അനേകായിരം 10,000-ഓളം വാനരന്മാരെ അയക്കുക. ഓരോരുത്തരും സുസജ്ജരായിരിക്കണം, നല്ല നല്ല നേതാക്കന്മാരുണ്ടായിരിക്കണം എല്ലാത്തിലും. അങ്ങനെ 10 ദിക്കിലേക്കും, 8 ദിക്കെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഊർധ ദിക്കെന്നും ധ്രുവ ദിക്കെന്നും പറഞ്ഞ് 2 ദിക്കുകളൂടിയുണ്ട്, മുകളിലേക്കും താഴേക്കും. അങ്ങനെ 10 ദിക്കുകളിലേക്കും എല്ലാ വാനരന്മാരെയും അയക്കാൻ തയ്യാറെടുക്കുക. ഇതേ സമയത്ത് അങ്ങ് പ്രവക്ഷണ പർവ്വതത്തിൽ ദുഃഖനായിരിക്കുന്ന ആ രാമനെയും നമുക്ക് രാമായണം കാണിച്ചു തരുന്നുണ്ട്. ചന്ദ്രാനനെ നീ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ആദിത്യനെ പോലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുത്തച്ഛന്റെ മനോഹരമായ വാക്കുകളിൽ നോക്കിയാല്, കർമാതപം കുളിർന്നിൽ നിലാവുന്ന തമ്പിയോട്, അയ്യോ ഈ കുളിർനിലാവ് പോലും എനിക്ക് ചുട്ടുപഴുത്ത് ചൂടായിട്ട് തോന്നുന്നു. അത് തന്നെയാണ് രാമനും പറഞ്ഞത്, ചന്ദ്രാനനെ നീ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ഇപ്പോൾ എനിക്ക് ആദിത്യനെ പോലെ. അയ്യോ വയ്യ. നോക്കൂ, രാമന്റെ ഈ ആടുന്ന ആ രാമന്റെ എന്തൊരു അഭിനയമാണ് കുന്തിദേവി പറയുന്ന പോലെ, മായായവനികാച്ഛന്നോ പറയുന്നില്ലേ, ഹേ നീ ഈ ഈ മായായവനികയ്ക്ക് പുറകിൽ നാട്യമാടുന്ന ഹേ നാട്യകാര, നിന്റെ നാടകമൊന്നും ഈ അജ്ഞാനിയായ ഈ പാവം കുന്തി എനിക്കെങ്ങനെ അറിയാൻ? അതുപോലെ തന്നെ നമ്മളുടെ അവസ്ഥ. രാമൻ എന്താ ഈ ലോക നാടക വേദിയിൽ എന്തൊരു നാട്യമാണ് കാണിക്കുന്നത്. ദുഃഖിക്കുന്നു ചിലപ്പോൾ ഒരു അമ്പ് കൊണ്ട് തന്നെ സമുദ്രത്തെ വറ്റിച്ചു കളയാൻ തയ്യാറായ, തന്റെ ഒരസ്ത്രം കൊണ്ട് തന്നെ
പരശുരാമനെ കീഴ്പ്പെടുത്തിയ ആ രാമൻ ലോക നാടകാർത്ഥം കാണിച്ചു തരികയാണ് നമുക്ക്. ഈ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, ദുഃഖങ്ങളുണ്ട്, സുഖങ്ങളുണ്ട്, അന്വേഷണങ്ങൾ വേണം, ഭഗവാനിലേക്കുള്ള അന്വേഷണങ്ങൾ വേണം. അതേ നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുള്ളൂ. അങ്ങനെ ലക്ഷ്മണനോട് പറയുന്നു, ഒന്ന് ഓർമ്മിപ്പിക്കൂ. സുഗ്രീവനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, ആ പ്രതിജ്ഞയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കൂ, നീ പോകൂ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കൂ. ആ ബാലിയെ കൊന്ന ബാണം ഇപ്പോഴും അഗ്രജന്റെ കയ്യിലുണ്ട്. അങ്ങനെ സുഗ്രീവൻ കിഷ്കിന്ധയെ ഇപ്പോൾ ചാരമാക്കുമെന്ന് തോന്നുമാറ് തന്റെ 1000 നാവിലൂടെയും തീ തുപ്പുന്ന ശേഷനാഗത്തെ പോലെ, നമുക്കറിയാം ലക്ഷ്മണനെ അറിയാം, നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. വനത്തിന് പോകാൻ തയ്യാറാകുന്ന ആ ലക്ഷ്മണൻ കൈകേയിയെ എല്ലാം ഇപ്പോൾ ഭസ്മമാക്കുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ രാമൻ പറയുന്നുണ്ട്, ഹേ സൗമിത്രേ, അടങ്ങൂ, ദേഷ്യം പാടില്ല, ഇതെല്ലാം ലോകനാടകമാണ്. അപ്പോൾ ഇവിടെയും ലക്ഷ്മണൻ തീ തുപ്പുന്ന ആ ശേഷനാഗത്തെ പോലെ സൗമിത്രയെ കണ്ട് വാനരന്മാരെല്ലാം ഭയന്നു. അംഗദനാണ് ആദ്യം ഓടിയെത്തിയത്. സുഗ്രീവൻ തന്നെയാണ് പറയുന്നത്, ഇതാ ലക്ഷ്മണന്റെ വരവാണ്, ഭൂമി കുലുങ്ങുന്നു, വിറയ്ക്കുന്നു. അതുകൊണ്ട് ഹേ അംഗദ, നീ പോയി ഒന്ന് ലക്ഷ്മണനെ ശാന്തനാക്കൂ. പിന്നാലെ തന്നെ ഹനുമാനെയും താരയെയും ആ സുഗ്രീവൻ സൂര്യപുത്രൻ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ആദ്യം അംഗദനും പിന്നീട് ഹനുമാനും താരയുമായി ലക്ഷ്മണന്റെ അടുത്ത് എത്തി ആശ്വസിപ്പിക്കുന്നുണ്ട്. നല്ല നല്ല വാക്കുകൾ പറഞ്ഞ്, ഈ കപികുലത്തെ ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത്? ഇതെല്ലാം എത്രയോ കാലം ബുദ്ധിമുട്ടി ആ ഋഷ്യമൂകാചലത്തിൽ ഏകനായി കഴിഞ്ഞ ആ കപിശ്രേഷൻ കുറച്ചൊന്ന് ആഹ്ലാദിച്ചു പോയി. അതും മഴക്കാലമാണ്, കവികളുടെ ചേഷ്ടയാണ്. അതുകൊണ്ട് ക്ഷമിക്കണം ഹേ ലക്ഷ്മണ, അങ്ങ് മാപ്പാക്കണം. ഇനി ഒന്നുകൂടി പറഞ്ഞു നോക്കൂ, ഞങ്ങൾ എത്രയോ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു. 10,000-കണക്കിന് വാനരന്മാരിതാ നിരന്നു കഴിഞ്ഞിരിക്കുന്നു രാമകാര്യത്തിന് പുറപ്പെടാൻ വേണ്ടി. അങ്ങനെ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ച് ലക്ഷ്മണനുമായി സുഗ്രീവൻ രാമസന്നിധിയിലേക്ക് പോകുന്ന നമുക്ക് കാണാം. അങ്ങനെ തയ്യാറായി ഓരോ ദിക്കിലേക്കും പോകാൻ അനേകം വാനര സംഘങ്ങളെ തയ്യാറാക്കി ദക്ഷിണ ദിക്കിലേക്ക് പോകാൻ വേണ്ടി ഹനുമാനും അംഗദനും നീവൻ ഗജൻ, ദശമുഖൻ, ദുർമുഖൻ, സുമുഖൻ, അല്ലെ, ഗവൻ, ഗവാഷൻ, എത്രയോ പേരാണ്. രാമായണം വായിച്ചാൽ നമുക്ക് ആ പേരുകൾ കേട്ട് തന്നെ ഹർഷം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന ആ വാനര സൈന്യത്തിലുള്ള ഹനുമാനെ പ്രത്യേകമായിട്ട് വിളിച്ച് ശ്രീരാമൻ സീതയ്ക്ക് വിശ്വാസം വരുവാനായി തന്റെ കൈവിരലിൽ നിന്നും മോതിരമൂരി നൽകി, വിജയീഭവ. കാരണം ശ്രീരാമചന്ദ്രൻ അറിയാം, ഹനുമാനാണ് സീതയെ കണ്ടെത്തുവാൻ പോകുന്നത്. ഭക്തശ്രേഷ്ഠനല്ലാതെ മറ്റൊരാൾക്കും തന്റെ ജീവാത്മാവിനെ കണ്ടെത്താൻ കഴിയില്ല. ധ്യാനനിരതനായ ഒരു വടുവിനെ ആദ്യമേ തന്നെ ശ്രീരാമചന്ദ്രൻ കാണിച്ചു തന്നിരുന്നു. ഒരു ധ്യാനനിരതനായ ഭക്തി പൊങ്കവനായ ആത്മാന്വേഷിക്ക് മാത്രമേ ആത്മാവിനെ, സീതാത്മാവാണ് പരമാത്മാവായ ബിംബത്തിൻ പ്രതിബിംബം ജീവാത്മാവിടെ ഒന്നൊക്കെ ആദ്യമേ നമുക്ക് രാമായണം കാണിച്ചു തന്നിരുന്നു. അപ്പൊ ആത്മാവിനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ആത്മാന്വേഷിക്ക് മാത്രമേ ജീവാത്മായ സീതയെ കണ്ടെത്താൻ കഴിയൂ എന്ന് രാമായണം ശ്രീരാമനിലൂടെ ആദ്യമേ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. തന്റെ കൈ വിരലിൽ നിന്ന് മൂരി നൽകിയ ആ മോതിരത്തെ ശിരസോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജയ് ശ്രീരാം വിളികളോടെ വിന്ധ്യാ പർവ്വത നിരകളിലൂടെ, തീരങ്ങളിലൂടെ, നദികളിലൂടെ, എല്ലാം കാട്ടിലൂടെ ജഗദീശ്വരി അന്വേഷിച്ചുകൊണ്ട് ഹനുമാനും അംഗദനും മൈന്ദനും വിവദനും എല്ലാം അടങ്ങുന്ന ആ മഹാസൈന്യം യാത്ര തിരിക്കുന്നു. കണ്ണിൽ കണ്ടതെല്ലാം, എല്ലാ മരങ്ങളുടെയും ഗുഹകളുടെയും എല്ലാം തീരങ്ങളിൽ ജഗദീശ്വരി അന്വേഷിച്ചുകൊണ്ട് അവർ പോകുമ്പോൾ കാട്ടിലകപ്പെട്ടു പോകുന്ന, അവരുടെ കയ്യിലകപ്പെട്ടു പോകുന്ന രാക്ഷസരെയെല്ലാം കൊന്നുകൊണ്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് വെള്ളവും വെളിച്ചവുമില്ലാത്ത ഘോരമായ കാനനത്തിലെത്തുന്നു. അങ്ങനെ നാക്ക് വരണ്ട് ദാഹത്തോടെ, വിശപ്പോടെ
പോകുന്ന സമയത്താണ് അവര് ഒരു ഗുഹ കാണുന്നത്. ആ ഗുഹയിൽ നിന്നും അന്യൽ പക്ഷികളും ഹംസങ്ങളും പറന്നു വരുമ്പോൾ അവിടെ ചിറകിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ജലം കണ്ട് ആദ്യം അവരത് ഇത് മരീചികയാണോ എന്ന് സംശയിച്ചെങ്കിലും ആ സാഹചര്യം അങ്ങനെയായിരുന്നു അവർക്ക്. അതുകൊണ്ട് ഈ ഗുഹയിലേക്ക് കടക്കാം, മറ്റൊരു വഴിയില്ല, ദാഹം കൊണ്ട് അല്ലെ മരിച്ചു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ അവര് ഗുഹയിലേക്ക് കടക്കുന്നു. ആദ്യം ഹനുമാനാണ് അവരെ കൊണ്ടുപോകുന്നത്. കണ്ണു കാണാത്ത ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് അവരെത്തുമ്പോൾ പെട്ടെന്ന് അവര് അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ മയമായ ആ സ്വർണപൂരിതമായ ലങ്കയിലെത്തിയോ എന്നൊരു നിമിഷം അവര് അത്ഭുതപ്പെട്ടു പോയി. എന്താ കാണുന്നത് അവിടെ? സ്വർണ്ണനഗരിയായ ലങ്കയെപ്പോലെ മനോഹരമായ ഒരു പ്രദേശം, അവിടെ സ്വർണമായ പാത്രങ്ങൾ, അവിടുത്തെ തടാകത്തിന് പോലും സ്വർണം കൊണ്ടുണ്ടാക്കിയ തടങ്ങളാണത്രേ, ചിറകളാണത്രേ. അവിടെ തേനൊഴുകുന്ന, അമൃത സമാനമായ തേനൊഴുകുന്ന പാത്രങ്ങൾ, ഫലങ്ങൾ, അവർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ. എങ്ങനെ ഇവിടെ വന്നു? ഇത് ലങ്കയാണോ അതോ ഇന്ദ്രന്റെ കൊട്ടാരമാണോ സ്വർഗമാണോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ ജടാമകുടധാരിയായ ഒരു വനിതാരത്നം, ഒരു തപസ്വിനി ഇരിക്കുന്നു. അവരാ തപസ്വിനിയെ താണു വഴങ്ങിക്കൊണ്ട് ചോദിച്ചു, അമ്മേ, അങ്ങ് ആരാണ്? സാവധാനം തന്റെ യോഗനിദ്രയിൽ നിന്നുണർന്ന ആ തപസ്വിനി അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് വിട്ടത്? നിങ്ങൾ എവിടേക്ക് പോകുന്നു? പക്ഷേ ഇതിനെല്ലാം ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ പോയി സുഭിക്ഷമായി നിങ്ങളുടെ ദാഹത്തെ തീർത്ത് നിങ്ങളുടെ വിശപ്പിനെ തീർത്തു വരൂ. വാനരന്മാർക്ക് ഇതിൽ പരം വല്ല സന്തോഷമുണ്ടോ? അവരെല്ലാവരും പോയി അവരുടെ ദാഹത്തെ തീർത്തു, വിശപ്പിനെ തീർത്തു, സമാധാനമായി വീണ്ടും ആ തപസ്വിനിയുടെ അടുത്ത് വന്നു. ആരാണമ്മേ അങ്ങ്? അവർ പറഞ്ഞു, വിശ്വവിമോഹിനിയായ അല്ലെ, വിശ്വത്തെ രചിക്കുന്ന ആ വിശ്വകർമാവിന്റെ മകളായ ഹേമയുടെ സഖിയാണ് ഞാൻ. ഹേമ ഇവിടെ അനേക കാലം പരമശിവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പരമശിവനെ തന്റെ നൃത്തങ്ങൾ കൊണ്ട് പ്രസാദിപ്പിച്ച് ഈ സ്വർണമയമായ പ്രദേശത്തെ ഹേമ സ്വന്തമാക്കി. ആ ഹേമയോടൊപ്പം ഞാനും ഇവിടെ അനേക കാലം കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം ഹേമ ബ്രഹ്മലോകത്തേക്ക് പോയി. എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കൂ, ത്രിതായുഗത്തില് ശ്രീരാമചന്ദ്രന്റെ അവതാരമുണ്ടാകും. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയെ തിരഞ്ഞ്, അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനത്തെ വനവാസത്തിന് യോഗമുണ്ടാകും ശ്രീരാമചന്ദ്രന്. അതിനുശേഷം സീതയെ അപഹരിക്കും. സീതയെ അന്വേഷിച്ച് വാനരന്മാർ വരുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് നിന്റെ ഈ ജന്മം. അവരെ സഹായിച്ച് നിനക്ക് ബദരിയിലേക്ക് പോകാം, അവിടെ നാരായണനെ പ്രാർത്ഥിച്ച് നിനക്കിരിക്കാം. ഇതാ ആ സമയമാഗതമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ, നിങ്ങളെ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാം. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുടെ പാല് നുകർന്നവർക്ക് ഒരു നിമിഷം, ഒരു യുഗം ഒരു നിമിഷം എന്ന് പറഞ്ഞ പോലെ തപ്പിത്തടഞ്ഞ അനേകം മണിക്കൂറുകൾ കൊണ്ടെത്തിയ ആ സ്വർണമയ പ്രദേശത്ത് നിന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ അവർ വീണ്ടും ഗുഹാമുഖത്തെത്തിയിരിക്കുന്നു. അവിടെ സ്വയം പ്രകാശിക്കുന്ന സ്വർണപ്രഭയുണ്ടായിരുന്നില്ല. കാരണം അവൾ തന്റെ ജീവിത ലക്ഷ്യമായ ബദരിയിലേക്ക് അപ്പോഴേക്കും ശ്രീരാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വയം പ്രഭയെ കണ്ട് തൃപ്തരായിട്ട് അവരെ യാത്ര തുടരുന്നു. ഇനിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹനുമായനം, രാമന്റെ യാത്ര. ഇനി ഹനുമാന്റെ യാത്രയായി, ആ ഭക്തശ്രേഷ്ഠന്റെ യാത്രയായി മാറുന്ന മനോഹരമായ ദിവസങ്ങളാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക. 30 ദിവസത്തിനുള്ളിൽ സീതാവൃത്താന്തവുമായി വരാമെന്ന പ്രാർത്ഥനയോടെ, ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ, സീതാദേവിയുടെ നാമങ്ങൾ പതിഞ്ഞ ആ മോതിരവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഹനുമാനും സംഘവും ജീവാത്മാവായ സീതയെ അന്വേഷിച്ച് പുറപ്പെടുന്നു.
ഇനി നമുക്ക് കഥയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. എന്നത്തെയും പോലെ വിസ്മൃതിയിൽ ആണ്ടുകിടക്കുന്ന ആ കാനന ഗുഹയിൽ അന്വേഷകരെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ ഒരുക്കിയ സ്വർണപ്രഭാ പുഷ്പമല്ലേ ആ സ്വയംപ്രഭ. ആലോചിച്ചു നോക്കൂ, നാമെല്ലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി സ്തന്യമൊരുക്കി വച്ച ആ മഹാപ്രപഞ്ച നായകനെയൊന്നും നമ്മൾ സ്മരിക്കാറുണ്ടോ? നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ഫലഭൂയിഷ്ടമായ ഈ ഭൂപ്രദേശങ്ങളൊരുക്കി നമുക്ക് കുടിക്കാനുള്ള വെള്ളവും വെളിച്ചവും ഒരുക്കിയ ആ വിശ്വരചയിതാവിനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ത്രേതായുഗത്തിന് എത്രയോ മുമ്പ് തന്നെ ഇതാ എന്നെ അന്വേഷിച്ച് വരുന്ന എൻ്റെ ഭക്തന്മാർ, ആത്മാന്വേഷികളായ എൻ്റെ ഭക്തന്മാർ ഒരിക്കൽ കഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി സ്വർണമയ പൂരിതമായ പ്രഭാപൂരിതമായ ഒരു പ്രദേശം ഭഗവാൻ ഒരുക്കി വെച്ചു. മറ്റൊന്നുകൂടി നമുക്ക് ആലോചിക്കാം. ആ ഗുഹയിൽ ഭഗവാനെ കാത്തിരിക്കുന്ന സ്വയംപ്രഭയുടെ അടുത്തേക്ക് ഭഗവാൻ തന്റെ ദൂതനെ അയക്കുകയായിരുന്നില്ലേ? ഇതാ രാമചന്ദ്രന്റെ വരവായിരിക്കുന്നു. ഹേ സ്വയംപ്രഭേ, നിന്റെ ജീവിതം ഇവിടെ പൂർണ്ണമാകുകയാണ്, നിന്റെ അന്വേഷണങ്ങൾ പൂർണ്ണമാകുകയാണ്. അല്ലെങ്കിൽ ആ ഗുഹയിലിരിക്കുന്ന സ്വയംപ്രഭയ്ക്ക് എങ്ങനെ അറിയുക രാമചന്ദ്രന്റെ വരവായി എന്നുള്ളത്? അപ്പോൾ ഏത് തരത്തിലും നമുക്കെടുക്കാം. ഈ പ്രപഞ്ചം തന്നെ ആത്മാന്വേഷികളെ സഹായിക്കുന്ന, അസംഖ്യകളെ സഹായിക്കുന്ന, സ്വയം പ്രകാശിക്കുന്ന സ്വയംപ്രഭമാരുടെ ലോകമാണ്. നമ്മളൊന്ന് അന്വേഷിച്ചിറങ്ങുകയേ വേണ്ടൂ. ഭഗവാനെ അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയോ 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 പേരെ സഹായത്തിനായി ഭഗവാൻ നിർത്തിയിട്ടുണ്ടാകും. നമ്മളുടെ വഴിത്താരകളിലെല്ലാം പ്രകാശപൂരിതമാക്കുന്ന, സഹായിക്കുന്ന, ഭഗവാനിലേക്ക് വഴി കാട്ടുന്ന എത്രയോ സ്വയം പ്രഭമാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അന്വേഷിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ആ ഭഗവാന്റെ നാമ സങ്കീർത്തനങ്ങൾ കൊണ്ട് നമ്മളുടെ സന്ധ്യകളെ മനോഹരമാക്കുക. ഭഗവാന്റെ രൂപത്തെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഭഗവാനെ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ നാം പോലും പ്രതീക്ഷിക്കാതെ സ്വയംപ്രഭമാര് നമ്മളുടെ മുന്നിലെത്തുന്നു. അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന പ്രകാശ ഗോപുരങ്ങളാകുവാൻ ഓരോ ഭക്തരെയും രാമായണം വഴികാട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമുള്ളൂ, ആത്മാന്വേഷണത്തിന് ശ്രമിക്കുക. ആത്മാന്വേഷണം സ്വയം കണ്ടെത്തുക, അതിലൂടെ പരമാത്മാവിനെ കണ്ടെത്തുക. ഇനി നമ്മളുടെ യാത്രകളെല്ലാം ഹനുമാനോടൊപ്പമാകട്ടെ. ഈ സന്ധ്യയിൽ ഒരിക്കൽ കൂടി രാമനാമത്തെ ജപിച്ചുകൊണ്ട് ഇതിനെനിക്ക് അവസരം തന്ന എല്ലാ മഹാത്മാക്കൾക്കും, വിജയ ചേച്ചിക്കും ഈ സ്വാധ്യായ സമിതിക്കും എൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹരേ രാമ, ഹരേ കൃഷ്ണ. നമസ്കാരം ചേച്ചി, തുടങ്ങിക്കോളൂ. നമസ്തേ, എടുത്തോളൂ. നിഷ. നമസ്തേ. 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 ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്സംഗത്തില് പാരായണം, ഇത്രയും ഗുരുക്കന്മാരുടെ മുന്നിൽ വെച്ച് ആദ്യമായിട്ട് പാരായണം ചെയ്യാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, അതിനാദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കാണ്. ഇങ്ങനെ ഒരു അവസരം തന്നെ ഭഗവാനോടും എന്നെ ഈ സത്സംഗത്തിൽ എത്തിച്ചത് ചേച്ചിയാണ് ലതാ മനോഹരൻ, ആളോടും ഒരുപോലെ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ വിജയലക്ഷ്മി അമ്മേനെ കാണുമ്പോഴും അമ്മയുടെ ഓരോ പ്രഭാഷണം കേൾക്കുമ്പോഴും ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഈ അമ്മയുടെ സ്നേഹാദരം ഈ അവസരത്തിൽ പറയാണ്. കഴിച്ചോട്ടെ. ഒരു നിമിഷം, ക്യാമറ കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് ആ പുറകിലെ ട്യൂബ് ലൈറ്റ് ഒന്ന് ഒഴിവാക്കുമോ? അയ്യോ, ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ലൈറ്റിന്റെ അടിയിൽ ഇരുന്നത്. ക്യാമറ താഴ്ത്തിയാൽ മതി, ക്യാമറയിൽ നിന്ന് ലൈറ്റ് കാണുന്നത് ഒഴിവാക്കിയാൽ മതി. ആ, ശരിയായി ശരിയായി. കുറച്ചുകൂടി താഴ്ത്തണം. ഓക്കെ, മതി മതി, ശരിയായി. രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ഹനുമ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലാനൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നെ കാന്തമാം വണ്ണം. കേൾക്ക കബീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തിയരഭുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചലേതുമേ എന്നുടെ മാനസേ തോന്നുന്നതിന്നകോ. ആലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു. രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടി ദിപ്പെങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. ആദ്യവാ ശോഭ പരശോധവാത്തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊപ്പമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേനെ വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനര ഭാവേനെ മാറി നിസക്തനായി പാനവും ചെയ്തു മതി മറന്നന്വഹം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നായി ഇങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തങ്ങളുടെ വാക്കു കേട്ടഞ്ചസഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലു മമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശരാപത്തും എത്തുകയില്ലല്ലോ. സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കുമയച്ചിടണം. സപ്തദീപ്ത സ്ഥിതന്മാരായ വാനര സത്തമന്മാരെ വരുത്തുവാനാൾ ദ്രുതം. നേരെ 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശ പത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ. വത്യനവൻ അതിലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിക്കം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പോക്കുന്നിരുന്നിരിനാൽ. പറ്റു നിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനര സത്തമന്മാരെയും 10 ദിക്കിനും അയച്ചാന ഭീമദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം. വായുവേഗ പ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുത. പോയിതു ദാനമാനാദി തൃപ്താത്മന മായാ മനുഷ്യ കാര്യാർത്ഥമതീധൃതം. രാമനും പർവ്വത ബുദ്ധിനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ. താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺകാകുമാരനി. ജാനകി ദേവി മരിച്ചിതോ കൃതച്ചിൽ മാനസ താപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതും അറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പോൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ. എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസ കോപേനെ നഷ്ടമാക്കിയിടുവൻ.
വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം. എന്നെയും കാണാൻ ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇന്നിനി കാണുന്നുവല്ലതേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു. ചന്ദ്രശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദം മന്ദം തലോടി തഥാ വന്നു തടവീടു എന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനാതജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോ ദുഃഖിതനാം എന്നെയും മറന്നാണല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കന്നിമാരോടും കൂടെ ദിവാദിശം. മദ്യപാനസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലം എന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാദിവാസവോ നിന്നോടമെന്നറിഞ്ഞിടുവാനായവൻ. പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്കലി. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജ മാർഗം ഗണിക്കണമെന്നിനി സുഗ്രീവനും അതിലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോടതി ക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിടിനാൻ. വദ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാവിടൽ കൊൾവൻ അത്യാതവാന്തികം. ആജ്ഞാപയാശു മാമെന്നു പറഞ്ഞതു പ്രാജ്ഞയാനൊരു സുമിത്രാതനയനും. ആദായ ചാപപൂണിരംഗങ്ങളും ക്രോധേന ഗന്ധും അഭ്യുദ്യുതം സോദരം. കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടെന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമാസഖി എന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോടു കാലാപുരത്തിനു പോകാമറിക നീ. ഇത്തമവനോടു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ. വേഗേന വന്നാൽ അതിനനുരൂപമാ ആകുതമൂർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജൻ ആജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥം ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവാനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും. മാനുഷവേഷം ധരിച്ചു പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയാണീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവൻ ജഗൻ മായാനാശിനിയാകിയ ദിവ്യ കഥയെ പ്രസിദ്ധയാക്കൂയത. രാമനായി മാനുഷ്യ വ്യാപരാജായതാം രാമായണാദി ധാമാനന്ദദായിനി. സൽക്കാരാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഗേതാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനാണീശ്വരൻ. സ്വത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാൻ അവ്യക്തൻ ഐവതൻ. അഗ്നദ്വയൻ കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ. ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കും സമ്യക് പ്രബോധനമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനിവൃന്ദാൻ സേവിതൽ. ത്രേലു ഹരേ രാമ ചൊല്ലി അവസാനിപ്പിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരി ഓം. സുനന്ദ, ആ, കിഷ്കിന്ധയാം നഗരാന്തികം അവിടെ തൊട്ട് വായിക്കാമോ? വായിക്കാം. ആ മോള് നിർത്തിയ സ്ഥലം വെച്ച് തുടങ്ങിക്കോളും. ശരി. ഓം വൈദേഹി സഹിതം സുമുദ്രി മുതലേ ഹൈമീ മഹാമണ്ഡവേ മത്തേ പുഷ്പകമാസനേ മണിമേ വീരാസനേ സംസ്ഥിതം അഗ്രേ വാചതി പ്രപഞ്ചന സുതേ തത്വം മുനിഭ്യാം പരം വ്യാഖ്യാന്ത ഭരതാദി പരിവൃതം രാമം ഭജേ ശ്യാമളം. കിഷ്കിന്ധയാ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു. ചക്രൂത്തില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു. ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു. ഭല്ലൂക വൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞതാ തൽക്ഷണം അംഗത്തിനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സാത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബിതം വരും. ഉഗ്രനാം അഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറയുന്നു. ചൊന്നത് കേട്ടൊരു ബാലി തനേനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്ന് സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാവേ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാവത്തതല്ല അയിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനങ്കതനോടും കൂടാന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക. ശാന്തനായ ഒരു സുമിത്രാ തനേനെ മാരുതിയെ പറഞ്ഞേവം അയച്ചതാ. താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമാശു നീ. താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനേനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തപുരത്തിൽ അമ്മാറാം എഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാലനന്തരൻ നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാച്ചു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂഥവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശ തുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായ ഒരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേറുമിജാതികൾക്കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം. ദയാനിധേ ഭക്തപരായണ നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസപ്തമന്മാരെല്ലാം. പുത്ര കളത്ര മിത്രാന്വിതനാകിയ പൃഥ്വിനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു. കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്താനവും ചെയ്തു വന്ദിച്ചു.
മത്തനായി വിഹലുദേശണനാം കവിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരി പുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥമായതമെന്നും അറിയ നീ അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥൻ അരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നത് കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ യുദ്ധം അരുൾ ചെയ്വതിനെന്ത് കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവിസത്തമനോർക്കൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നതു താമസമെന്നേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയില്ലേതും വിസ്മയമാർ കണ്ടില്ലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയമെന്നിയേ വാനരനായകൻ മാരുതി ചൊന്നത് കേട്ട് സൗമിത്രിയും ആരൂഢ ലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർഘ്യപാദ്യാദേന പൂജ ചെയ്ത് അഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമൂർക്കൽ സഹായമാത്രം ഞങ്ങളെ എവരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതു ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമെടോ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശങ്കാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗത ധൈരല മഞ്ജസ വാനരസേനയോടുന്തതാ ചാമരശ്വേതാദപത്ര വ്യജനവാൻ സാമര സൈന്യനാ ഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന് ആമോദമൂട് നടന്നു കവിവരൻ ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ക്ഷീരാജിനധരം ശ്യാമം ജഡാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമ പാതാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠമുണർന്നിടിനാൻ സൗഖ്യമല്ലി ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തളവ ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ സീതാന്വേഷണോദ്യോഗം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചു തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞുന്ന് തൃക്കൺ പാർത്തരുളേണമാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരെ കാണായതൊക്കവേ നാനാ കുലാചല സംഭവന്മാരിവർ നാനാ സരദ്വീപ ശൈലനിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമിവരിനി കേജിൽ ഗജബലന്മാരതിലുണ്ട് താൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ട് കേജിത് അമിത പരാക്രമമുള്ളവർ കേജി മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജൻ മഹേന്ദ്ര നീലോബലരൂപികൾ കേജൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരതാപരെ ശുദ്ധ സ്ഫടിക സംഘാഹ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യമോളമില്ലാർക്കും നിങ്കടൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഘയില്ലാതോളം ഉണ്ടു കവിബലം മൂലഫലദല ഭക്വാശ്വനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ ഋഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടിഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാശൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിദാതൻ മഹാബലി വീരൻ പ്രമാദി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ
താരൻ വൃഷവൻ നളൻ വിനതൻ മമ താരാ തനേന മങ്കതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതാവളമുണ്ടല്ലോ. വേണുന്നതെന്തിവരോടരുൾ ചെയ്യുക, വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവ വാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ച് ആലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രു നേത്രാംബുദത്തോട് മന്ദർഗതം അരുൾ ചെയ്തു സാദരം. മൽക്കാര്യ ഗൗരവമെന്നെങ്കിലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചതു 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചും ദക്ഷിണ ദിക്കിനും അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരവൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാശി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികൻ ദണ്ഡമാശു പൂജിക്കണം. ഏണാംഗശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു. കാലമേ പോയാലും എന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനു ഇരുന്നേടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു സത്യാ തൊഴുതു വായുതനേനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനൂരൽ അരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. രാമനാം അങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാശിയെ കൊണ്ടുപോയൊരു രശോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവി സഞ്ജയം. ലക്ഷ്യവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം. നാനാ നഗര നഗരഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളയെ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചല അടവി പുക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതേ. ക്രൂരനായ ഒരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരുതു ദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മനസ്സേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാഗതി. അന്ധകാരാരണ്യം ആശുപുക്കീടിനാൻ അന്തരാദാഹവും വർത്തിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃണാഗണച്ഛന്നമായോന്നതിൽ ഇല്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്ര പക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർദ്ധദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാർ നല്ല ജലമിതിലുണ്ടെന്ന് നിർണയം. എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്ന് പറഞ്ഞു ഒരു നേരത്തു മാരുതിയും. മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞതിരിട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി ചെന്ന ആരതീവ ദൂരം തത്ര കണ്ടിതു. മുന്നിലമ്മാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമോർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ട് മണിമയവാരിയാൽ ആപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട്. കൽപദ്രുമ തുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുക്ത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം. മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരെ. ചിത്രാകൃതി പൂണ്ടു കണ്ടാരുരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാഭകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങൾ ആരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാറുന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടോരു വായുതനേനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയാറുമില്ല ഞാൻ.
ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായൊരുണ്ടോ പുരി ഭൂതലെ തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു. സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടു വരികന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതെല്ലാടവും. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹുരം പുക്കിതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമിത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല. നേരെ ചെയ്യുക വേണം അതും ശുഭേ. യോഗിനി താനും അത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വ ഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നായി പുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ട് നിന്നോരനന്തരം. ചാരുസ്മിതപൂർവം അഞ്ജസാ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. മുക്തേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യ സംവത്സരാണാം ആയുധായുധം ഉത്സവം പൂണ്ട് വസിച്ചാളിഹാപുര. തൽസഹി ജ്ഞാനിക നാംന സ്വയം പ്രഭ സന്തതം മോഷം അപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരയുകയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിൻ ക്രൂരനായിടും ദശാനനക്കാലം. ജാനകി ദേവി അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘൂത്തമൻ. ഭക്തിയാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപ്രാദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതിയാടവി പുക്കിതു. ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാതിസേവ്യമാന പുണ്യനാമ കീർത്തനം ആപാദാമോഹർത്താരാം ദാതാര സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി. ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. ഹരിയോ ഹരി ഹരി. കീർത്തനമുണ്ടോ? ഗിരിജ ഗിരിച്ചില്ല. പിന്നെ ആരാണ്? ഉണ്ട്, ആ ചൊല്ലാം. രാമായണ ആരതി തന്നെ ചൊല്ലാം. രാമായണം കഴിഞ്ഞിട്ടല്ലേ. ദശരഥ രാമ ഹരേ രാമ സീതാരമണ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമസ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ ദശരഥ രാമ ഹരേ രാമ സീതാരമണ ഹരേ
അയോധ്യനാഥ ശുഭവരദായക ഹനുമസ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ ലക്ഷ്മണ സഹിത ഹരേ രാമ ഭരതാരാധ്യ ഹരേ ശത്രുഘ്ന സേവിത ഭക്ത ജനപ്രിയ രാവണനാശ ഹരേ രാമ ദശരഥ രാമ ഹരേ കല്യാണ ഗുണശീല രാമ കൗസല്യ സുത വരദ വസിഷ്ഠ പൂജിത ഭൃഗുരാമ പ്രിയ രാമായണ കഥിത രാമ ദശരഥ രാമ ഹരേ ദശരഥ രാമ ഹരേ രാമ സീതാരമണ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമസ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ ത്രേതായുഗ പുരുഷ രാമ ശോകാർണവതരണ അഖിലാധാര ജഗദോദ്ധാരക ഗുരുവായൂപുരേശ രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ സീതാരാമ തവ പദ പങ്കജമടിയനു ശരണം സതതം രഘുരാമ രാമ ദശരഥ രാമ ഹരേ ജയ ജയ രാമ ഹരേ രാമ ജയ സീതാരാമ തവ പദ പങ്കജമടിയനു ശരണം സതതം രഘുരാമ രാമ ദശരഥ രാമ ഹരേ ദശരഥ രാമ ഹരേ രാമ സീതാരമണ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമസ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ ഏഴ് 26 അവസാനിപ്പിക്കാം അല്ലേ? ഭാരതീയ വിചാര കേന്ദ്രം ഗീതാ സ്വാധ്യായ സമിതിയുടെ ക്ഷണമനുസരിച്ച് ഇന്നത്തെ പാരായണത്തിലും പരിപാടികളിലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ആദ്യമായി പാരായണം ചെയ്ത നിഷ എന്നല്ല പേര്, ഭംഗിയായി, ടെൻഷനൊന്നും വേണ്ട, കൂടുതൽ ഭംഗിയായിട്ട് എല്ലാവരും പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ആരും കുറ്റവും കുറവൊന്നും പറയില്ല. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ശാന്തി മന്ദിരത്തിലേക്ക് കിടക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശുഭരാത്രി. നാളെ വൈകുന്നേരം ഇതേ സമയം വീണ്ടും കാണാം. ഹരി ഓം അമ്മേ. ഹരി ഓം.